ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കാശിയെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹോം ക്ലീനിങ് വീഡിയോ ഒന്ന് ഇടുമോ എന്ന് ചോദിച്ച്. ഇടണമെന്ന് 2 ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ സമയവും സാഹചര്യവും ഒത്തു വന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാശി ഒന്നെങ്കിൽ സ്കൂളിൽ പോകണം, ശ്രീമോൻ ഉറങ്ങണം, എങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാനും ജോലി ചെയ്യാനും പറ്റത്തുള്ളൂ. അവൻ ഉണർന്നിരുന്നാൽ തന്നെ ഞാൻ എല്ലാം ധൃതി പിടിച്ച് വേഗത്തിലങ്ങ് ചെയ്യും. എനിക്കിപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഏട്ടൻ അങ്ങ് കുളിക്കാൻ കയറിപ്പോയി, ശ്രീമോൻ അങ്ങ് ഉറക്കി. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടുക്കളയിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് പാചകത്തിൻ്റെ വീഡിയോസ് ഒന്നുമില്ല, എല്ലാം കാശി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വീഡിയോ എടുക്കണമെന്ന് രാവിലെ മുൻകൂട്ടി എല്ലാം കണ്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രങ്ങളെല്ലാം ഞാൻ തേച്ച് വെച്ചു. അതിനുശേഷം ഞാൻ കഴുകി. എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ആദ്യം തേച്ച് വെച്ചിട്ട് കഴുകി, ഒരുപാട് വെള്ളവും പോകത്തില്ല, എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കോഫി കുടിച്ചേ. 2 വട്ടം ഇന്ന് കോഫി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂടാക്കുമ്പോഴൊന്നും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോഫി അന്നേരം കൈയോടങ്ങ് കുടിച്ച്. എനിക്ക് BP ലോ ആണ്, അതുകൊണ്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തലകറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ കോഫി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ക്ലീനിങ്ങിലോട്ട് അങ്ങ് കിടക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിത് മിക്ക ദിവസങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഈ മാർബിളും ഈ ടൈലും ഒക്കെ തുടയ്ക്കുന്നത്. പിന്നെ ഇന്ന് വീഡിയോ ഇടേണ്ടതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ കാണിക്കുന്നതുവേ. അങ്ങനെ പിന്നെ ഞാനിതെല്ലാം ചെയ്ത് ജനലെല്ലാം തുടച്ചിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ചെടികളും എല്ലാം എടുത്തൊന്ന് കുടഞ്ഞ് മാറാലയുണ്ടെങ്കിൽ അതെല്ലാം അടിച്ച് കളഞ്ഞു. മിക്ക ദിവസങ്ങളും ചെയ്യുന്നത് കൊണ്ട് അതിൽ അഴുക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാം എടുത്ത് എല്ലാ സാധനങ്ങളും പൊക്കി വെച്ച് തന്നെ തുടയ്ക്കാം കേട്ടോ. നമുക്ക് പല്ല് ശല്യം കൂടുതലാണ്. പല്ല് ശല്യം മാറാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഒന്ന് പറയണേ. ഇത് പിന്നെ ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒഴിച്ച് ഞാൻ തുടയ്ക്കുന്നത്. അതിന് നല്ലൊരു മണവുമാണ്. അങ്ങനെ പിന്നെ മിക്സി എല്ലാം തുടച്ച് ഇൻഡക്ഷൻ കുക്കറും എല്ലാം എടുത്ത് ഞാൻ വെച്ച്, പിന്നെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസിൻ്റെ അടിയിലൊരു ട്രേ വെച്ചേക്കുന്നത്. വെള്ളം വീണ് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം എനിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണല്ലോ നമ്മൾ മിക്സിയും വെക്കുന്നത്. അങ്ങനെ ഒരു വട്ടം ഷോക്ക് അടിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ അത് പേടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ട്രേ വെച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ സിങ്കൊക്കെ അങ്ങ് തേച്ച് കഴുകി. സിങ്കിൽ നമ്മൾ എണ്ണമയമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ എല്ലാം നല്ല രീതിയിൽ തേക്കണമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഞാനതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ മാത്രം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്തിടുമല്ലോ. അതെന്നും ഞാൻ എൻ്റെ അടുക്കള ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇടുന്നത്. എനിക്ക് വൃത്തികേടായിട്ട് കിടക്കുന്നത് ഇഷ്ടവുമല്ല. അങ്ങനെ പിന്നെ എല്ലാം ഒതുക്കി എല്ലാം കഴുകി. പിന്നെ ഇനി നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലോട്ട് വൃത്തിയാക്കാമെന്നാണ് കരുതിയത്. ഇനി നമ്മൾ വർക്ക് ഏരിയയിലോട്ട് പോകുന്നില്ല ക്ലീൻ ചെയ്യാനെ കൊണ്ട്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, പാചകം എല്ലാം ചെയ്ത് പാത്രങ്ങളെല്ലാം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ പൊക്കി പിന്നൊരു ദിവസം അത് ചെയ്യാമെന്ന് കരുതി. ആ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ സംസാരത്തിലാണെങ്കിൽ കാര്യങ്ങളെന്ന് ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അധികം അങ്ങനെ കാര്യങ്ങൾ പറയാറില്ല. കഴിവതും ഞാനത് ആ വാക്ക് ഉപയോഗിക്കാതെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നേരത്തെയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിൽ ഒരു 15 വട്ടമെങ്കിലും ഞാൻ പറയുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതിപ്പം ഞാൻ കഴിവതും കുറച്ചിട്ടുണ്ട്. എൻ്റെ സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ച് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അടുക്കളയെല്ലാം ക്ലീനാക്കി എല്ലാം നമ്മൾ കണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടിങ്ങ് വന്നു. അപ്പോൾ ഏട്ടാണെങ്കിൽ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ 9 മണി 9:30 ആയിട്ടേ ഉള്ളൂ സമയം. അപ്പം ശ്രീമോൻ ഉണരുന്നതിന് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ധൃതി പിടിച്ച് ചെയ്യുന്നത്. അത്ര ധൃതി പിടിച്ച് ചെയ്യുന്നെങ്കിൽ ഇത് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുത്ത് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ടോയ്സ് എല്ലാം അവിടെ നിന്ന് മാറ്റി. ഇതിലൊന്നുപോലും ശ്രീമോൻ്റെ എല്ലാം കാശിയുടെയാണ്. കാശി ജനിച്ചപ്പോൾ തൊട്ട് വാങ്ങിച്ച സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്തിൽ. നമ്മൾ മേളിൽ കൊണ്ട് ഇതൊന്നും വെക്കത്തില്ല, ഒരുപാട് പൊടി അടിച്ച് പോകുമല്ലോ. ഇതാകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എടുത്തൊക്കെ ഒന്ന് കളിക്കും. ശ്രീമോൻ കളിച്ചിട്ടില്ല, ശ്രീമോൻ ഇതൊന്നും എടുത്ത് അങ്ങനെ കൊടുക്കാറില്ല. ആനയെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ, അച്ഛനും മോനും ഇപ്പോൾ ശ്രീമോനും. അപ്പം കാശിക്ക് എവിടെ കണ്ടാലും ആനയുടെ പുറകെ കാശി പോകുമായിരുന്നു. ഉത്സവത്തിനൊക്കെ ആന വരുന്ന ഉടനെ ആന എവിടെയെങ്കിലും കെട്ടിയേക്കുമല്ലോ, അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയും ഇന്നിടത്ത് ആനയുണ്ടെന്ന്. അങ്ങനെ അച്ഛനും മോനും കൂടെ പോവും. അത് കഴിഞ്ഞ് കൊച്ചച്ഛനും മോനും കൂടെ പോവും. ആനയ്ക്ക് പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കൊടുക്കും. അങ്ങനെ എവിടെ ഒരു ആനയെ കണ്ടാലും വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ബാഗും ആനയുടെയൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ആനപ്രാന്ത് അങ്ങ് മാറിയിട്ട് സ്പൈഡർമാനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കാശിക്കിടെ ഈ ആനപ്രാന്ത്, ഇവിടെ എല്ലാം ആന ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ശ്രീമോനും ഈ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസൊക്കെ ഇട്ട് കൊടുത്താലും ഒരുപാട് സമയം ഈ ആനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുവേ.
അങ്ങനെ പിന്നെ നമ്മൾ ടോയ്സ് എല്ലാം ഇങ്ങനെ മാറ്റിയിട്ട് ഗ്ലാസ് എല്ലാം എടുത്ത് ഞാനങ്ങ് തുടയ്ക്കുന്നുണ്ട്. പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്തും കളയുന്നുണ്ട്. നമ്മൾ മാസത്തിൽ 2-3 വട്ടം ഇതുപോലെ ചെയ്യാറുണ്ട്. ഇങ്ങനെ എല്ലാം എടുത്ത് തുടയ്ക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ എപ്പോഴും എടുക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും അവിടെ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ എന്നും ഒന്നും എടുത്തു അല്ലെങ്കിൽ ആഴ്ചയിലൊന്നും എടുക്കത്തില്ല. ആകെ മാസത്തിൽ 3 വട്ടമൊക്കെ ചെയ്യാറുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ശ്രീമോൻ്റെ കരച്ചിൽ കേട്ടില്ല, ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ ഗ്ലാസ് എല്ലാം തൂത്ത് തുടച്ചെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് ഇനി മാറാല അടിക്കണം, ഫാൻ തുടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിടക്കുവാണ്. പിന്നെ ഹാള് വൃത്തിയാക്കണം. ഹാളിലാണ് ശ്രീമോൻ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാനോർത്ത് അവൻ ഉണർന്നിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി കിടത്തിയാലേ അവിടുത്തെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ ജനലിലെ എല്ലാം മാറാല ചൂല് വെച്ച് തന്നെ അങ്ങ് അടിക്കുവാണേ. എനിക്ക് വാക്കതാണ്, എപ്പോഴും നമ്മൾ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മാറാല അടിച്ചടിച്ച് അതുകൊണ്ട് അങ്ങ് ചെയ്യുവേ. പിന്നെ ഞാനാണെങ്കിൽ ഒരു ടവൽ കെട്ടിയിട്ടുണ്ടായിരുന്നേ, പൊടിയൊന്നും അടിക്കാതിരിക്കാൻ. മാസ്ക് ഒന്നും വെക്കത്തില്ല, ഞാൻ ഈ ടവലൊക്കെ തന്നെയാണ് കെട്ടുന്നത്. അങ്ങനെ ടവൽ കെട്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറേശ്ശെ ടോയ്സ് എല്ലാം തുടച്ച് ഞാനങ്ങ് വെക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അവിടെ. അപ്പോൾ പോകാൻ സമയമായിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് 9:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ടോയ്സ് എല്ലാം കുറേശ്ശെ പറക്കി കാശി എടുക്കാത്ത രീതിയിൽ അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മുകളിലായിട്ട് വെച്ചേ. അപ്പോഴത്തേക്ക് ഏട്ടൻ ഇറങ്ങി. അപ്പം ഹെൽമെറ്റ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഹെൽമെറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് ഞാനും കൂടെ ചെന്നു. അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ വെളിയിൽ ചെന്ന് കുറച്ച് സമയമൊക്കെ കാര്യം പറഞ്ഞൊക്കെ നിന്നു. കാര്യം പറഞ്ഞതിൻ്റെ ഫോണിൻ്റെ സ്പേസ് കുറവാണ്. പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സ്പേസ് ഫുള്ളാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ വീഡിയോസൊന്നും ലോങ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പോക്കാണ്. അങ്ങനെ ഏട്ടൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇങ്ങ് കയറി. സിറ്റ് ഔട്ടൊന്നും ഇപ്പോൾ വൃത്തിയാക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞേ വൃത്തിയാക്കുന്നുള്ളേ. അങ്ങനെ ഞാനാണെങ്കിൽ കയറി വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ അനക്കം വെച്ച് തുടങ്ങി. ശ്രീമോനാണെങ്കിൽ ഉണർന്നായിരുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണ്. വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവൻ ഉണരും. എൻ്റെ വണ്ടിയുടെ കേട്ടാലും അവൻ ഉണരും. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ, ബാക്കി ജോലി എനിക്ക് ചെയ്യണമല്ലോ. അങ്ങനെ അവനെയും കൂടെ കിടന്നിട്ട് ഒരു രക്ഷയില്ല, അവൻ ഉറങ്ങിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ വന്ന് ഞാൻ അവനുമായിട്ട് തന്നെയാണ്, അത് അവനോട് ഇരുന്ന് കളിക്കുവാ തറയിലിരുന്ന്. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അവിടെ താഴെ ഇപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് പൊങ്ങി വരും, അത് അവനവിടെ നിന്ന് കളിക്കുന്നതിൻ്റെയാണ്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം പറക്കി വെച്ച്, കാശിയുടെ ബുക്കെല്ലാം പറക്കി വെക്കണമായിരുന്നു, അതെല്ലാം പറക്കി വെച്ചു. പത്രമെല്ലാം മാറ്റണമായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഫാൻ തുടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഡൈനിങ് ടേബിൾ അങ്ങ് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഫാൻ തുടയ്ക്കുന്ന വീഡിയോയും ഞാൻ എടുത്തേ. അപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ പകുതിക്ക് വെച്ച് നിന്നു. അപ്പോൾ ബാക്കി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.